ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു വേളാങ്കണ്ണി യാത്രയാണ്. ഞാനും അനിയത്തി നാട്ടിൽ വന്ന് പ്രമാണിച്ച് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി 10:25 ട്രെയിൻ. ഇത് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം സൗത്തിന് ഞങ്ങൾ മെട്രോ കയറുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈം ആയതുകൊണ്ട്, നൈറ്റ് ടൈം ആയതുകൊണ്ട് ഒരു 5:30-ക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 ഡേയ്സ് എന്നതിലാണ് പോകുന്നത്. ഇപ്പോൾ കാരിക്കൽ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അതിന് പോകുന്നത് ഇപ്പോൾ 10:45 ആണ്. എറണാകുളത്തു നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മിഡിലും അപ്പറൊക്കെ ആയിട്ടാണ് സീറ്റ് കിട്ടിയത്. ലോവർ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആണ് ഞങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് അങ്ങനെ ഇരുന്നു. എന്താ പറയുക, അവിടെ എപ്പോഴെത്തിയെന്ന് വെച്ചാൽ ഒരു 11 മണി സമയത്താണ്. അപ്പോൾ ഈ ട്രെയിനിൽ കൂടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരില്ല. പനിയിരുന്നു ഓരോന്നിങ്ങനെ കണ്ട് ഓരോന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കീ ചെയിൻ വേണം, അത് വേണം, ഇത് വേണം. പിന്നെ മീൻ പിടിക്കുന്ന സാധനം ഉണ്ടല്ലേ, ഒരു റബ്ബർ ബാൻഡ് മീനിൻ്റെ വായിൽ ചടിക്കുന്നത്, ആ സംഭവം വേണമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോയില്ല അവിടെ പറയുന്നത്. അത് ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം മെയിൻലി എല്ലാവരും കൂടുതൽ ആൾക്കാരും വേളാങ്കണ്ണിയിൽ ചെല്ലുമ്പോൾ നേർച്ച ഇടുന്നതൊക്കെ ഇവിടെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തൊട്ട് അടുത്തേ കൂടെ തന്നെ പോയാൽ മതി. ബീച്ച് സൈഡ് ഉണ്ട്. പിന്നെ ഇത് പഴയ പള്ളി, അവിടെയും കയറി. അത് കഴിഞ്ഞ് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലും കയറിയായിരുന്നു. ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തില്ല, ജസ്റ്റ് ചുമ്മാ 1-2 വീഡിയോസ് അത്രേ എടുത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുതിയ പള്ളിയുടെ ആ സൈഡിലോട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വന്ന സമയത്ത് പള്ളിയുടെ അകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു, കാരണം 2 ഇയേഴ്സ് മുന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ പള്ളി ഓപ്പൺ ആണ്, അപ്പോൾ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് പോകണം. അവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. സൺസ്ക്രീനൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അതുപോലെ വെയിലുണ്ട്. മഴയൊന്നും കിട്ടില്ല. നമ്മുടെ നാട്ടിൽ മഴയായിരുന്നെങ്കിലും അവിടെ ആ ടൈമിൽ ഭയങ്കര വെയിലായിരുന്നു. ഇതൊരു ഈശോയുടെ സ്റ്റാച്ചു. ഇത് 16 ഫീറ്റ് എന്തോളം ഉണ്ട് ആ സ്റ്റാച്ചു. പിന്നെ പള്ളിക്കകത്ത് കയറി ഞങ്ങളിരുന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ചിലവായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഞങ്ങൾ മേടിക്കാത്തില്ല. എനിക്ക് തോന്നുന്നു 10-15 കുപ്പിയോളം വെള്ളം മേടിച്ച് കുടിച്ചിട്ടുണ്ട്. കാരണം അത്രയും ചൂട് കാരണം നമുക്ക് ഒട്ടും ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുറേ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് പള്ളിയുടെ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ റൂമിലോട്ടാണ് പോയത്. റൂമിലോട്ടല്ല കേട്ടോ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിൽ കയറി ചെയ്തേ. അപ്പോൾ മസാല ദോശ അന്വേഷിച്ചപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല, ഒരു ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പൊറോട്ടയും പിന്നെ വെജ് കറിയും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും ഫ്രഷ് ആയി കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിൽ പോയി. അപ്പോൾ അവിടെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഈ റിങ് എറിയുന്ന പരിപാടി. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ട്രൈ ചെയ്യുന്ന കുറേ നേരം ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു തീരെ ലക്കില്ലാത്ത ഞാൻ, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല, മറ്റുള്ളവർ ട്രൈ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നു. ഇത് പിന്നെ ഒരു ചേട്ടൻ പൊറോട്ട അറിയുന്നതാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് പൊറോട്ട ഉണ്ടാക്കുന്നു, ഇപ്പോഴോട്ട് അറിയുന്നു, തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അവിടെ നിന്ന് അറിയുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അതിശയപ്പെട്ട് വീഡിയോ എടുത്ത് തുടങ്ങി. പക്ഷേ വീഡിയോ എടുത്തപ്പോഴേക്കും അയാളുടെ പൊറോട്ട തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പാത്രങ്ങൾ എല്ലാ തവണയും മേടിക്കുന്നതാണ്, ബട്ട് എന്നാലും നമ്മളത് കയറുമല്ലോ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് മസാലക്കൂട്ടൊക്കെ മേടിക്കുക ഒരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ എല്ലാ തവണ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ് കേട്ടോ. അമ്മ പപ്പയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെയും കോളേജൊക്കെ എപ്പോഴാണ് അങ്ങനെ പോകാണ്ടായി തുടങ്ങിയത്. പിന്നെ മമ്മിയും പപ്പയും പോകുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വന്നതിന് ശേഷം അവരായാലും എല്ലാ ഇയറും പോകുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പള്ളിയിലൊക്കെ പോയി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും തിരിച്ച് ട്രെയിൻ കയറി. കാരിക്കൽ എക്സ്പ്രസ് തന്നെയായിരുന്നു, നാഗപട്ടണത്തു നിന്നായിരുന്നു. നാഗപട്ടണം വന്ന് ഇവിടെ ഞങ്ങൾക്ക് ലോവറും മിഡിലൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ആലുവ എത്തി. അപ്പോൾ ഇതോടുകൂടി വേളാങ്കണ്ണി യാത്ര അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ.